ഭരണസമിതിയുടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ഉഴിഞ്ഞ എന്ന് പറയുന്ന ഒരു ചെടിയാണ് പരിചയപ്പെടുന്നത്. ഈ ദശമൂലത്തിലെ ഒരു ചെടിയാണത്. പിന്നെ അതിൻ്റെ മുമ്പ് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് ഒരുപാട് ചെടികൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ വയറ്റിൽ നിന്ന് പോണത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലാബുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വയറ്റിലേക്ക് വരുന്ന മറ്റുള്ള വിഷങ്ങളെ പരിശോധിക്കാൻ ഇവിടെ ഒരു ലാഭവുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ, നമ്മളെ പ്രതിരോധം നമ്മൾ സ്വയം തീർക്കുക. അപ്പോൾ ഇത് മിക്കവാറും നാട്ടുകാരൊക്കെ നിസ്സാരമായിട്ട് കാണുന്നതൊക്കെ പുറം ലോകമുള്ള ആളുകളൊക്കെ അത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലെ മായാണ്. രണ്ടാമത് പിന്നെ മരുന്നുകൾ, രാസവളങ്ങൾ, ഈ കണ്ട കീടനാശിനികൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനുള്ളത്, ഈ ഉഴിഞ്ഞ എന്ന് നീക്കുന്ന ഇതിനെ നിസ്സാരമായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ചെടിനെ അടുത്ത് പരിചയപ്പെടാം. ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ, ഉഴിഞ്ഞ നീർക്കെട്ടിന് ഇത് ഉഴിഞ്ഞ പിന്നെ നമ്മൾക്ക് അരച്ചിടാൻ പറ്റും. പിന്നെ ഈ ഉപ്പ് കൂട്ടിയിട്ട് പിന്നെ ചതവുള്ള സ്ഥലത്ത് അരച്ചിടാം. പിന്നെ ഈ കാണുന്ന ഈ വൃഷ്ണവീക്കം എന്ന് പറഞ്ഞിട്ട് അസുഖം വരുന്നുണ്ട്. ഇതിന് വളരെ ഗുണമാണ് ഇത് അരച്ചിടുമ്പോൾ. പിന്നെ ഇലച്ചാറ് മഞ്ഞൾ കൂട്ടി ചേർത്ത് ചൊറിക്ക് തേക്കാവുന്നതാണ്. വന്ധ്യതയ്ക്ക് കഷായം ഗുണം ചെയ്യാറുണ്ട്. ഇല തിളപ്പിച്ച് കവിൾ കൊണ്ടാൽ പിന്നെ ഈ ചുമക്ക് ഗുണമുണ്ട്. പിന്നെ വായപ്പുണ്ണിനും നല്ലതാണ്. പിന്നെ എണ്ണ കാച്ചി ഈ ചെവിയിൽ ഒറ്റിക്കുന്ന ഒരു ഈ ചെവിയുടെ വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ മലം അയഞ്ഞു പോവാൻ ഇത് നല്ലൊരു മരുന്നാണ്. പിന്നെ ഉഴിഞ്ഞയുടെ ഒരു കഞ്ഞി ഉണ്ടാവും, നല്ല റിസൾട്ടാണ് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ. മൂത്രം ഒഴിഞ്ഞു പോവാൻ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഉഴിഞ്ഞ. മലബന്ധം ഇല്ലാതേക്കും. പിന്നെ നമ്മൾ താളിയായി ഉപയോഗിക്കാറുണ്ട് ഇത്. പിന്നെ അത് നല്ല മുടി വളർച്ചക്ക് നമുക്ക് എന്താ വെച്ചാൽ ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, ഈ പിന്നെ ഇതിൻ്റെ താളി. പിന്നെ വാതഹരമാണ് സംഭവം. ശരീരം ആസകലമുള്ള നീരിന് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ശരീരത്തിൽ മൊത്തം ചില ഭാഗങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നീര് വന്നുകൊണ്ട് അതിനിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് പുറത്ത് തേക്കല്ല, നമ്മൾ നീരിത് ഒഴിഞ്ഞു പോവുക, മൂത്രത്തിലൂടെ ഇത് ഒഴിഞ്ഞു പോവുക ചെയ്യുക, വാർന്നു പോകും മൂത്രത്തിലൂടെ. പിന്നെ മുടി കൊഴിച്ചിലിന് എണ്ണ കാച്ചി തേക്കാൻ പറ്റും. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കൊണ്ട്, വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ വിത്തിൽ ഒരുതരം എണ്ണ ഉണ്ട്. ആ എണ്ണയുടെ അതിൻ്റെ ഉപയോഗം എനിക്കത്ര അറിയില്ല. കർണാടകയിൽ ഇത് അധികം ചെയ്യുന്നത് ദോശയൊക്കെ ചുടുമ്പോൾ, എനിക്കൊക്കെ പല അനുഭവം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ദോശയൊക്കെ ചുടുമ്പോൾ കാണാൻ ഇത് ഇടുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ ഈ ചെള്ളിൻ്റെ അസുഖത്തിന് കാലികൾക്ക് ഉപയോഗപ്പെടുത്തലുണ്ട്. ഉഴിഞ്ഞയില ആവണക്കെണ്ണയിൽ വേവിച്ച് വാദം, വൃഷ്ണവീക്കം എന്നിവയ്ക്ക് അരച്ച് ലേപനം ചെയ്യും. അൾസറിന് പിന്നെ വായിൽ ഉൾക്കൊള്ളാറുണ്ട്. അൾസർ എന്ന് പറഞ്ഞാൽ വായിലുണ്ടാവുന്ന ചെറിയ പുണ്ണ്. പിന്നെ എന്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ദശമൂലമൊന്നും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇത് ഇങ്ങനെ ഈ കുരു ഈ വിത്ത് വീണിട്ടാണ് ഇത് മുളച്ചുണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇത് വീണിട്ട് ഇത് മുളച്ചുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ, ഇത് വീടിൻ്റെ മുമ്പ് തന്നെ നമ്മളെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണല്ലോ ക്ലീനാക്കൽ. അതോടുകൂടെ അത് വെട്ടി നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് പിന്നെ നമുക്കിത് സ്ഥിരമായിട്ട് ദശമൂലങ്ങളൊന്നും പിന്നെ ദശപുഷ്പങ്ങളൊന്നും തന്നെ സ്ഥിരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ തനതായ രൂപത്തിൽ വളരുന്നതാണ്. അപ്പോൾ അത് നമ്മളെ അധികാരികളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഈ പെരപ്പുറത്ത് കല്ലിട്ട് മുതുകാട്ട് ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെ എന്തായാലും കാണുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ഉപയോഗത്തിനൊക്കെ ഇത് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുക, ഫോർവേഡ് ചെയ്യുക പാവപ്പെട്ട ആളുകൾക്ക്. കാരണം ആർക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ. ഓക്കെ, ബൈ.